നമസ്കാരം, ഞാൻ മരിയ. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. അഴിമതിയുടെ സിമന്റ് കൂടാരം. മലബാർ സിമന്റ്സിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ 32 കോടിയുടെ അഴിമതിയെന്ന് വിജിലൻസ്. 6 കേസുകളിൽ 4 വിവാദ വ്യവസായി VM രാധാകൃഷ്ണൻ പ്രതിയെന്നും വിജിലൻസ്. രാധാകൃഷ്ണൻ പ്രതിയായ 3 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു. 3 കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും വിജിലൻസ്. മലബാർ സിമന്റ്സ് മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെ മരണത്തിൽ VM രാധാകൃഷ്ണന് പങ്കുണ്ടെന്നും ആരോപണം. മലബാർ സിമന്റ്സ് മുൻ MD സുന്ദരമൂർത്തിയുടെ രഹസ്യമൊഴിയിൽ കുരുക്കിലായത് മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീം. രഹസ്യമൊഴിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് VM സുധീരൻ. വിവാദങ്ങളുടെ വാൾപ്പയറ്റ്. VSനെതിരെ വാൾപ്പയറ്റുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. വിവാദ പരാമർശങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പരാതിക്കത്ത് കേന്ദ്ര കമ്മിറ്റിക്ക്. സംസ്ഥാന കമ്മിറ്റിയിൽ VS വേണ്ടെന്ന നിലപാടിന് ഇരട്ടിക്കടുപ്പം. മുന്നണിയെ ശിഥിലമാക്കിയത് പാർട്ടിയുടെ മുൻ നേതൃത്വം എന്ന VSന്റെ ആക്ഷേപം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയ്ക്ക്. പാർട്ടി വിരുദ്ധ പ്രസ്താവനകളിൽ കേന്ദ്ര നേതൃത്വത്തിനും അതൃപ്തി. ചർച്ചകൾ ചൂടുപിടിപ്പിക്കാൻ മലബാർ സിമന്റ്സ് അഴിമതിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിനെതിരായ മൊഴിയും. കരീമിനെതിരായ മൊഴി കെട്ടിച്ചമച്ചതെന്ന ആക്ഷേപവുമായി പാർട്ടി നേതൃത്വം. ബാർക്കോഴയിൽ മുങ്ങിയ UDF കണ്ടുപിടിച്ച കച്ചിത്തുരുമ്പെന്ന് പരിഹാസം. കരയെടുക്കാൻ കാതങ്ങൾ ദൂരം. വിഴിഞ്ഞത്തിന് കര തൊടാൻ വിവാദങ്ങളുടെ കടൽ ദൂരം. അന്തിമ തീരുമാനം ജൂൺ 3 സർവകക്ഷി യോഗത്തിനു ശേഷം മാത്രം. സർക്കാർ നിലപാട് പദ്ധതിക്കെതിരായ പ്രതിപക്ഷ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ. പദ്ധതി കരാർ അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള നീക്കത്തിൽ അഴിമതിയെന്ന് പിണറായി വിജയൻ. 6000 കോടിയുടെ അഴിമതി ആരോപണം തെളിയിച്ചാൽ പദ്ധതി ഉപേക്ഷിക്കാമെന്ന വെല്ലുവിളിയുമായി മുഖ്യമന്ത്രി. വിവാദങ്ങൾക്ക് മുറുക്കം കൂട്ടി KV തോമസ് MPയുടെ പ്രസ്താവന. ഡൽഹിയിലെ തന്റെ വസതിയിൽ ഗൗതം അദാനിയും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയെന്ന് KV തോമസ് സ്ഥിരീകരിച്ചത് ഇന്നലെ. മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച വിവാദമാക്കേണ്ടതില്ല. ഗൗതം അദാനിയെ VSും കണ്ടുവെന്നും അദാനിയെ വേണ്ടെങ്കിൽ CPM അക്കാര്യം പറയട്ടെയെന്നും KV തോമസ്. റോയൽ മാർച്ച്. രാജസ്ഥാൻ റോയൽസിനെ 71 റൺസിന് തകർത്ത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ IPL കുതിപ്പ്. ഫൈനലിലെത്താൻ ബാംഗ്ലൂരിന് നേരിടേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന്. ഇന്നലെ നടന്ന എലിമിനേറ്റർ പോരാട്ടത്തിൽ രാജസ്ഥാനെതിരെ നേടിയത് ആധികാരിക ജയം. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ 20 ഓവറിൽ നേടിയത് 180 റൺസ്. രണ്ടാമത് ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാനെ എറിഞ്ഞിട്ടത് 109 റൺസിന്. അർദ്ധ സെഞ്ചുറി നേടിയ AB ഡിവിലിയേഴ്സ് കളിയിലെ കേമൻ. ഡിവിലിയേഴ്സിന് പിന്തുണയുമായി മൻദീപ് സിംഗ്. ചെന്നൈ ബാംഗ്ലൂർ 2ാം ക്വാളിഫയർ നാളെ. മത്സരം രാത്രി 8-ന് റാഞ്ചിയിൽ. ജയിക്കുന്നവർ ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മത്സരം ഞായറാഴ്ച കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.